വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജിന്നുകളെ കുറിച്ചാണ്. ജിന്ന് മീൻസ് ഹൗ ടു ബ്ലാക്ക് മാജിക് വർക്ക്, ഹൗ ടു പ്രാതാത്മാക്കൾ, ഭൂതാത്മാക്കൾ എല്ലാം. ഈ ഭൂലോകത്ത് മനുഷ്യൻ മാത്രമല്ല വേറൊരു വിഭാഗമുണ്ട്, അതാണ് ജിന്നുകളെന്നും മുസ്ലിങ്ങൾ പറയും. ജിന്നുകൾ ഇതിൽ ഖുർആനിലാണ് അതിന് മെയിനായിട്ടും പറ്റി പറയുന്നത്. മുസ്ലിങ്ങളൊക്കെ വേറൊരു വിഭാഗം ഈ ഭൂലോകത്ത് ജീവിക്കുന്നുണ്ട്, നമുക്കത് കാണാൻ പറ്റില്ല. അവർ പല പാമ്പുകളായിട്ടും പല വേറൊരു ജീവികളായിട്ടും ഒക്കെ രൂപം മാറാനായിട്ട് അവർക്ക് കഴിയും. ഇവരാണ് അദൃശ്യ ശക്തികൾ, ദുഷ്ടശക്തികൾ. ഇതിൽ രണ്ട് തരം ജിന്നുകളുണ്ട്, നല്ല ജിന്ന്, മോശം ജിന്ന്. പിന്നെ ഇതിൽ തന്നെ പവർ കൂടിയതുണ്ട്, പവർ കുറഞ്ഞ മീൻസ് മനുഷ്യനെ പോലെ തന്നെയാണ്. ഇതിൽ തന്നെ ഈ ദുർമന്ത്രവാദം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ ജിന്ന് വഴിയാണ്. ജിന്നുകളിൽ തന്നെ പല ഇതേപോലെ മതവിഭാഗങ്ങളും അതേപോലെ നല്ലവരായ ജിന്നുകളും വളരെ മോശമായ ജിന്നുകളുണ്ട്. മനുഷ്യനെങ്ങനെയാണ് ജിന്നിൻ്റെ ഇതുകൾ സ്വീകരിക്കുന്നത്? മനുഷ്യന് നമുക്ക് ഈ കൂടോത്രം അങ്ങനെയുള്ള വൃത്തിയായിട്ട് പല രീതികൾ, പല മതത്തിലും പല രീതികളിലായിട്ടാണ് ഈ ജിന്നുകളെ അട്രാക്റ്റ് ചെയ്യുന്നത്. ബ്ലാക്ക് മാജിക് പലരും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ഭാവി അറിയാൻ സാധിക്കുന്നത് ഈ മെയിനായിട്ടും ടാരോട്ട് കാർഡ്സ് ഇതേപോലുള്ള ഇതൊക്കെ ഓരോരോ കൂടോത്രമാണ്. ഒരു കാരണവശാലും ഇതിലൊന്നും ചെന്ന് പെടരുത്. ഒരു കാരണവശാലും നിങ്ങളുടെ ഭാവി നോക്കാൻ പോകരുതെന്ന് പറയുന്ന മെയിൻ കാരണം ഇതാണ്. ഇവർ കളിക്കുന്നത് ജിന്നുകളെ വെച്ചിട്ടാണ്. ജിന്നുകളിൽ നിന്നുള്ള വ്യക്തമായെന്നില്ലെങ്കിലും ഇവർ കറക്റ്റായിട്ടുള്ള ഭാവി ഇവർക്ക് തന്നെ അറിയില്ല. അത് ശരിക്കും ദൈവത്തിന് മാത്രമേ അറിയാവൂ. ഇവരൊരു ചെറിയ സൂചനകൾ മാത്രമേ തരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ടും പറഞ്ഞു വന്ന കാര്യം ജിന്നുകളെ പറ്റിയാണ്. ഇങ്ങനെ ഒരു സംഭവങ്ങളുണ്ട്. ഇതാണ് ഈ പ്രേതഭൂത ആത്മാവ്, ഇവരെല്ലാം ജിന്നിൻ്റെ കളികളാണ്. മെയിനായിട്ടും നമ്മൾ ഈ ഇതേപോലുള്ള മന്ത്രവാദികളൊക്കെ ജിന്നുകളെ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇതേ ടു ഇസഡ് കാര്യങ്ങളെല്ലാം ജിന്നുകളാണ്. നെഗറ്റീവ് എനർജി ഇതെല്ലാം ജിന്നുകളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നെഗറ്റീവ് എനർജി കളികളെല്ലാം മനുഷ്യൻ ജിന്നുമായിട്ട് ചേർന്നിട്ട് ചെയ്യുന്നതാണ്. ദുർമന്ത്രവാദം ഇത് പല മതത്തിലും പല രീതിയിലും പല നാടുകളിൽ പല രീതിയിലായാലും പല ഭാഷകളിൽ പല രീതികളിൽ ഇത് ചെയ്യുന്നതെങ്കിലും സംഭവം ഇതിൻ്റെ ബേസിക് തിയറി എല്ലാം ഒന്ന് ജിന്നുകളെ വെച്ചിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നത്. പലരും ജിന്നുകളെയാണ് ആരാധിക്കുന്നത്, ദുഷ്ടശക്തികളെയാണ് ആരാധിക്കുന്നത്. ദൈവമെന്ന് കരുതി ആരാധിക്കുന്നത് പലരും ദുഷ്ടശക്തികളെയാണ്, ദൈവങ്ങളെയല്ല. 100% ആരാധിക്കുന്നത് ദുഷ്ടശക്തികളാണ്. പിന്നെ കൂടോത്രം, എന്തുകൊണ്ടാണ് കൂടോത്രം തീർക്കാൻ പല മതങ്ങളിലും പല രീതികളുമുണ്ട്. ഇസ്ലാമിൽ അത് ഖുർആൻ ഓതിയാണ് തീർക്കുന്നത്. എന്നാൽ വേറെ പല മതങ്ങളിൽ വലിയ ജിന്നുകളെ വെച്ചിട്ട്, പവർ കൂടിയ ജിന്നുകളെ വെച്ചിട്ട് പവർ കുറഞ്ഞ ജിന്നിനെ അടിച്ചോട്ടിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. സത്യത്തിൽ പവർ കൂടിയ ജിന്ന് നമ്മളെ മണ്ടയിൽ ആധിപത്യം സ്ഥാപിക്കും, പവർ കുറഞ്ഞ ജിന്ന് ഓടിപ്പോവുകയും ചെയ്യും. ഇതാണ് സംഭവം. ഒരു കാരണവശാൽ ഇമാതിരി എക്സോർട്ടിസം പരിപാടികൾ തിരിച്ച് ചെയ്യൽ, ഈ കൂടോത്രം ഇതിലൊന്നും ഒരു കാരണവശാലും പെടൽ. അവർ നമ്മളെ സോളിനെ എടുക്കും, അവർ വെറുതെ വിടില്ല. വളരെ ഇത് നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വലിയൊരു ഇൻഫർമേഷനാണ്. നിങ്ങൾ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. പലരും ചോദിക്കും, ഏത് കൂടോത്രം യാഥാർത്ഥ്യമാണോ, കണ്ണേർ യഥാർത്ഥമാണോ, അത് യഥാർത്ഥ്യമാണോ, ബ്ലാക്ക് മാജിക് യഥാർത്ഥ്യമാണോ? ഇതെല്ലാം യഥാർത്ഥ്യമാണ്. കാരണം മനുഷ്യൻ ജിന്നുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ശ്രമിച്ചിരുന്നു. പലരും ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. ഈ ഊജോ ബോർഡ്, കീജോ ബോർഡ്, ആത്മാക്കളായിട്ട് സംസാരിക്കുന്നത്, ഇതെല്ലാം ജിന്നുകൾ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. മനുഷ്യൻ ജിന്നുകളുമായിട്ട് ടൈപ്പ് ചെയ്യാറുണ്ട്. ഈ ഭൂമിയിൽ നെഗറ്റീവ് ശക്തികളുണ്ട്. നെഗറ്റീവ് ശക്തികളുണ്ടെങ്കിൽ പോസിറ്റീവായ ദൈവമുണ്ട്. നിങ്ങൾ നെഗറ്റീവ് ശക്തികളെ നിങ്ങൾ പരമാവധി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. പരമാവധി ഈ ഭാവി ടാരോട്ട് ഒരു കാരണവശാലും ഈ ടാരോട്ട് എന്ന് പറയുന്ന സാധനം തൊട്ടരുത് ജനങ്ങൾ. പ്ലീസ് ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു പരിപാടിയിൽ ഏർപ്പെടുകയോ ചെയ്യരുത്. ഭാവി നോക്കാൻ പോകരുത്, കൈനോട്ടം നോക്കാൻ പോകരുത്. ഇമാതിരി സാധനങ്ങൾ ആവശ്യമില്ലാത്ത ജിന്നുകളെ വിളിച്ച് വരുത്തരുത്. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ട് ഇതിൻ്റെ വീഡിയോസ് ഒന്ന് കാണുന്നെങ്കിൽ എൻ്റെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ.